മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘങ്ങൾക്കെതിരെ പ്രതിരോധവുമായി ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി വിപുലമായ ജനകീയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് സമിതി രൂപം നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അധികൃതർക്കും നിവേദനം നൽകുന്നതിന്റെ മണ്ഡലം തല ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി, വൈസ് ചെയർമാൻ KV ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി സീന എന്നിവർക്ക് നിവേദനം നൽകി നിർവഹിച്ചു. LNS ലഹരി വിമുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോട്ടക്കൽ മണ്ഡലതല പ്രചരണ പരിപാടികൾ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോട്ടക്കൽ മണ്ഡലത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണം, അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും, അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നാർക്കോട്ടിക്കിന്റെ എല്ലാ വിഭാഗത്തിന്റെയും സഹകരണത്തോടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ള ഈ ലഹരി മാഫിയകളുടെ വിധ്വംസന പ്രവർത്തനങ്ങൾ തടയിടാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ശ്രമമാണ്. കൊല്ലം ചിതറയിൽ മുക്കുപണ്ടം പണയം വെച്ച് സ്വകാര്യ ഇടപാട് സ്ഥാപനത്തിൽ നിന്നും 30 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത സംഘത്തിലെ ഒരാൾ പിടിയിൽ. അഞ്ചാലമൂട് സ്വദേശി അൽത്താഫ് ആണ് പിടിയിലായത്. സമാനമായ 9 കേസുകളിലെ പ്രതിയാണ് അൽത്താഫ്. മാർച്ചിലാണ് സംഘം സ്ഥാപനത്തിലെത്തി തട്ടിപ്പ് നടത്തിയത്. ഒളിവിലുള്ള 3 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മലപ്പുറം എടവണ്ണ പത്തപ്പിരിയും വനിതാ സഹകരണ സംഘത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. തൂവക്കാട് സ്വദേശി സൈനുദ്ദീനാണ് പിടിയിലായത്. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് പത്തുമുക്ക് വളകളുമായി സൈനുദ്ദീൻ ബാങ്കിലെത്തിയത്. സംശയം തോന്നിയ ഉടനെ ഇത് പരിശോധിക്കുകയും മുക്കുപണ്ടമാണെന്ന് മനസ്സിലാക്കിയതോടെ പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. ബാങ്ക് സെക്രട്ടറി VK ശർമ്മിളിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്.